ഇന്ന് ഞാനൊരു മുരിങ്ങയ്ക്ക തീയൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുവാണ്. അപ്പോഴേക്കും നമുക്ക് ഒരുവിധം ഇതായി കഴിയുന്നുടനെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും പൊട്ടറ്റോയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാമേ. ഒരുവിധം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇടാം. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെല്ലാം ചട്ടിയുടെ അടിയിൽ പിടിക്കും. അപ്പോൾ അതിനായിട്ടത് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിക്കണേ, ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയ്ക്ക ഒരുവിധമൊക്കെ വാടി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിച്ച് ഇളക്കി ഒന്ന് തിളപ്പിക്കാം, ഒന്ന് ചൂടാക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന ആ പരുവാകുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിടാമേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരുവിധം ചാറ് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കടുകിട്ട് ചെറിയുള്ളി അരിഞ്ഞു മൂപ്പിച്ച് നമുക്ക് ആ കറിയിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും ഇടാം അതിൻ്റെ കൂട്ടത്തിൽ. ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയില ഇടുന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റുണ്ട്. അപ്പം നമ്മുടെ കറി ഒരുവിധം എല്ലാം റെഡിയായി. കടുക് താളിച്ച് കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കണേ, നല്ല കറിയാണ്.